പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കട്ടിങ്ങിനായിട്ട് സാരി ബ്ലൗസിൻ്റെ 38 ഇഞ്ച് സ്ട്രെയിറ്റ് കട്ടിംഗ് ആണ്. 38 ഇഞ്ചും നമ്മുടെ സബ്സ്ക്രൈബർ തന്നെ ആവശ്യപ്പെട്ട ഒരളവായിരുന്നു. 38ഉം പിന്നെ ഇടവണ്ണം 34. ഈ രണ്ട് മെഷർമെൻറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ബ്ലൗസ് വെട്ടി കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിൻ്റെ കട്ടിങ്ങിലേക്ക് തന്നെ നമുക്ക് പോകാം. അപ്പോൾ 38 ഇഞ്ച് വണ്ണം, 34 ഇഞ്ച് ഇടവണ്ണം, ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരിട്ട ഒരു വണ്ണമാണ്, നമുക്ക് തന്ന മെഷർമെൻറ്റാണ്. ആ മെഷർമെൻറ്റിൽ തന്നെ നമ്മൾ വെട്ടി കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ റയർ മെഷർമെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് അഭിപ്രായത്തിൽ പറയുക. നമുക്കത് തന്നെ വെച്ച് കട്ടിങ് ചെയ്യാം. ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ 1/2 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് കൊടുക്കുന്നു. അപ്പോൾ അവർ നൽകിയ മെഷർമെൻറ്റാണ് 15 ഇഞ്ച് ഇറക്കം. 15 ഇഞ്ച് നമ്മൾ രണ്ടിടത്തായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്ത് നീളത്തിൽ ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നു. അതുകൂടാതെ 1/2 ഇഞ്ച് കയറ്റി വര വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ ഹെമ്മിങ്ങിന് നമ്മൾ 1/2 ഇഞ്ച് തള്ളി, ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ ഭാഗത്തും നമ്മൾ തള്ളി. അപ്പം അത് തന്നെ ഒന്ന് മനസ്സിലോർക്കുക. കട്ടിങ്ങിലേക്ക് നമുക്ക് പോകാം. അപ്പം നമ്മൾ ബോഡി വണ്ണത്തിൻ്റെ 6/1, അത് 8ൻ്റെ 6/1, 38ൻ്റെ 6/1 നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത്. അപ്പം 6.25, ഈ ഭാഗത്ത് നമ്മൾ 6.25 കൊടുക്കണം. 38ൻ്റെ 6/1 ഇതേ സെയിം തന്നെ നമ്മൾ കൈക്കുഴിക്കും കൊടുക്കണം. ഈ രണ്ടളവിൽ നമ്മൾ ഒരു മാറ്റവും വരുത്തരുത്. 38ൻ്റെ 6/1 കറക്റ്റ് ഇങ്ങനെ തന്നെ നമ്മൾ വരയ്ക്കുക. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ചെയ്യുന്നത് 38ൻ്റെ കൂടെ 4 ഇഞ്ചും കൂടെ ലൂസിന് ചേർക്കുന്നുണ്ട്. ബോഡി വണ്ണത്തിൻ്റെ കൂടെ 4ഉം കൂടെ ചേർത്ത്, ആ 4ഉം കൂടെ ചേർക്കുമ്പം 38ഉം 4ഉം 42. അതിൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 10.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. ഇനി നമുക്ക് അവർ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇടവണ്ണം 34ആണ്. 34ൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 8.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. ഇത് തമ്മി നമ്മൾ ജോയിൻ്റ് ചെയ്യുന്നു. ഇങ്ങനെ 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം. 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. ഇനി ബാക്ക് നെക്ക് 3 ഇഞ്ച് വൈഡ്, 7.5 ഇഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. 7.5 ഇഞ്ച് നമ്മൾ ഈ മാർക്കിൽ നിന്ന് താക്കണം ബാക്ക് നെക്ക്. ഇപ്പോൾ രണ്ടിടത്ത് 3 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് ഇങ്ങനെ തന്നെ സ്ക്വയർ വരയ്ക്കണം. സ്ക്വയർ വരച്ചിട്ട് വേണം നമ്മൾ റൗണ്ടിൽ വെട്ടാൻ. ഷോൾഡർ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഈ 6.25 ഇഞ്ച് നമ്മൾ കൊടുത്തിൻ്റെ സെൻറ്റർ 3ഉം ഒരു പോയിന്റിൽ നിന്നും ഇങ്ങനെ ഡോട്ടിട്ട് കൊടുക്കുക. അപ്പം ബോഡി വണ്ണത്തിൻ്റെ 4/1 1 ഇഞ്ച് കുറച്ചാണ് നമുക്ക് കൈക്കുഴി കിട്ടേണ്ടത്. ഈ കൈക്കുഴി കിട്ടുന്ന അളവ് അത് മനസ്സിൽ ഓർത്ത് വെച്ചോണം. അപ്പോൾ 1 ഇഞ്ച് കുറച്ചെന്ന് പറയുമ്പോൾ നമുക്ക് 8.5 ഇഞ്ച് തീർന്ന് കിട്ടണം. ജസ്റ്റ് നമുക്ക് അളക്കാൻ നേരം ഇങ്ങനെ ഒന്ന് അളന്ന് നോക്കാം. ഇതൊക്കെ 8 വന്നിട്ടുണ്ട്. ഇനി അത് കൂടാതെ കൈ വെട്ടുമ്പോഴും ഞാൻ ഇത് കൈക്കുഴിയുടെ കാര്യം ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം, എത്ര ഇഞ്ചാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് കട്ട് ചെയ്യും കൂടുതലും നമ്മൾ സ്ക്വയറിൻ്റെ ഔട്ട്ലൈൻ വരുന്ന പോലെ തന്നെ വെട്ടിക്കണം. ഒന്ന് ഷോൾഡറിൻ്റെ ഇവിടെ നമ്മൾ വെട്ടുമ്പോൾ ഒരു ചെറിയ നേരെ പോയിട്ട് വേണം ക്രോസ് കൊടുക്കാൻ. ഇവിടെ എടുക്കുമ്പോൾ അകത്തോട്ട് ഒരു കാരണവശാലും കുഴിഞ്ഞ് കയറില്ല, ഇങ്ങനെ തന്നെ എടുക്കണം. ഇപ്പം നമ്മുടെ ബാഗ് പീസ് റെഡി ആയിരിക്കുകയാണ്. കണ്ടല്ലോ? ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മതി, ബാക്കി ഞാൻ എൻ്റെ മറുപടി തരാം. സ്ട്രെയിറ്റ് കട്ടിങ്ങിൻ്റെ ഫ്രണ്ട് പീസ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ തന്നെ ഇടുക. ഇട്ടിട്ട് ഈ ബാഗ് പീസിൽ നിന്നും 1.5 ഇഞ്ച് താഴോട്ട് കൊടുക്കണം.
1.5 ഇഞ്ച് താഴോട്ട് കൊടുക്കുക. താഴോട്ട് കൊടുത്തിട്ട് സ്ട്രെയിറ്റ് ഇങ്ങനെ തന്നെ ഒരു വര വരയ്ക്കുക. വര വരച്ചു. 1/4 ഇഞ്ച് ഇവിടെ തള്ളിയിട്ട് ഇവിടെയും വര വരയ്ക്കുന്നു. വരച്ചിട്ട് 3.25 ഇഞ്ചോളം ഇവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കറക്റ്റ് 3.25 ഇഞ്ചുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചാണ്, അതിന് 5.25 മാർക്ക് ചെയ്യണം. 1/4 ഇഞ്ച് കുറച്ചേ മാർക്ക് ചെയ്യാവുള്ളൂ. ആ തയ്യൽ തുണി പിടിക്കുമ്പം നമുക്ക് ക്ലിയർ ആവും. എന്നിട്ട് കറക്റ്റ് ഇങ്ങനെ റൗണ്ട് തന്നെ വരയ്ക്കണം. വെട്ടാൻ നേരം കണ്ടല്ലോ. ഇനി ഈ ബാക്ക് പീസ് മാറ്റി 4 ഇഞ്ച് ഇവിടെ മാർക്ക് കൊടുക്കണം. ഈ 4 ഇഞ്ചിൽ സ്ട്രെയിറ്റ് ഇങ്ങനൊരു വര വരയ്ക്കണം. ഓക്കെ. അതിനുശേഷം ചെയ്യേണ്ടത് നമ്മുടെ ഈ ബാക്കിൻ്റെ ഈ മാർക്ക് ഉണ്ടോ, ഈ മാർക്കിൽ നിന്നും ഒരു 3 ഇഞ്ച് തള്ളി ഇങ്ങനൊരു മാർക്ക് കൊടുക്കണം. അതായത് ഈ മാർക്കിൽ നിന്നുമാണ്, മറന്നുപോലെ അത് നമ്മുടെ ഡാട്ടിൻ്റെ വിത്താണ്. എന്നിട്ട് ബാക്ക് പീസിൻ്റെ ഏറ്റവും മുകളിലത്തെ അളവിൽ നിന്ന് ഇങ്ങനെ ക്രോസ് വരയ്ക്കണം. മനസ്സിലായോ? ഇങ്ങനെ ക്രോസ് വരയ്ക്കണം. ക്ലിയർ? ഇനി നമ്മൾ ചെയ്യുന്നത് ഇതേ സെയിം അളവിൽ നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. നോക്കിക്കോണം. ഈ 4 ഇഞ്ച് നമ്മൾ തള്ളി വരച്ച അളവിൽ കൂടെ തന്നെ വെട്ടി ഫ്രണ്ട് പീസ് ഇതുപോലെ റൗണ്ടിൽ തന്നെ വെട്ടണം. ഇതേ സെയിം അളവിൽ തന്നെ വെട്ടുക. ഇനി നമുക്ക് ബാക്ക് പീസ് എടുത്തു മാറ്റാം. ബാക്ക് പീസ് നമ്മൾ എടുത്തു മാറ്റി. ഇനി ചെയ്യുന്നത് ഫ്രണ്ട് ടക്ക് നമുക്ക് 10.5 ഇഞ്ചാണ്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് തള്ളി 10.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ അതായത് ഈ ടേപ്പ് 1/2 ഇഞ്ച് ഫ്രണ്ടിൻ്റെ ഇവിടുന്ന് മാറ്റി വെച്ചിട്ട് ഈ ഫ്രണ്ടിൽ 1/2 ഇഞ്ച് മാറ്റിയിട്ട് 1/2 ഇഞ്ചിൻ്റെ അവിടെ ടേപ്പ് ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് ഈ ടേപ്പിൻ്റെ ഈ സൈഡിൽ നമ്മൾ 10.5 മാർക്ക് ചെയ്യണം. എങ്ങനെ? ഈ ടേപ്പിൻ്റെ ഈ സൈഡിൽ മാർക്ക് ചെയ്യണം. അപ്പോൾ കൃത്യം നമുക്ക് എത്ര കിട്ടും? 4.5 ഇഞ്ച് വരുന്നുണ്ട്. അത് 4 4.5 ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഒരു മാർക്ക് കൊടുത്തു. 3.5 ഇഞ്ച് ഇവിടുന്ന് തള്ളി. ഓക്കെ, തള്ളി. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ സ്ട്രെയിറ്റ് ഒരു വര വരയ്ക്കണം, ഈ 3.5 വരെ. എന്നിട്ട് ഇവിടുന്ന് ഈ 3.5 കൊള്ളിച്ച് ഇങ്ങനെ നമുക്ക് താഴത്തെ പടി പീസ് വെട്ടിയെടുക്കാം. നിങ്ങൾക്ക് അഥവാ ഇപ്പോൾ തുണി കുറവുണ്ടെങ്കിൽ വേറെ കട്ട് പീസ് തന്നെയെങ്കിലും മാർക്ക് ചെയ്ത് പടി വെട്ടിയെടുക്കാം. അപ്പോൾ അങ്ങേ സൈഡിലോട്ട് തിരിച്ചിടണം. ഇപ്പോൾ ഈ രീതി നിങ്ങൾ എളുപ്പ വഴിയിൽ കാണിച്ചു തരാൻ വേണ്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെട്ടുന്നത്. അപ്പോൾ കൂടുതലും പഠിക്കുന്നവർ കൂടുതലും നമുക്ക് കട്ട് പീസിലാണല്ലോ വെട്ടുന്നത്. ആദ്യമേ നമ്മൾ ഈ പടി പീസ് അങ്ങ് വെട്ടുന്നു. എന്നിട്ട് ഇവിടെ 4 ഇഞ്ച് വര കൊടുത്തു. 34ൻ്റെ 4/1 8.5 ഇവിടെ മാർക്ക് ചെയ്തു. 1.25 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതുപോലെ ക്രോസ് വരയ്ക്കണം. ക്രോസ് വരയ്ക്കുമ്പോൾ നമുക്കെങ്ങനെയായി? ബെൽറ്റ് പീസ് ഇവിടുന്ന് ഒരു 4 ഇഞ്ച് ഇങ്ങനെ എടുത്ത് വിടണം. അത് നെക്കൊക്കെ നമുക്ക് വലിച്ച് നിർത്താനായിട്ട് ഗുണം ചെയ്യുന്നൊരു ഭാഗമാണ്. ഒരു 4 ഇഞ്ച് ഇവിടെ വെട്ടി, ഇവിടെയും വെട്ടി. ഇപ്പം നമ്മുടെ താഴത്തെ ബെൽറ്റ് പീസ് നമുക്ക് ഓക്കെ. ഇനി ഫ്രണ്ടിൻ്റെ മാർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും വെച്ച് നോക്കണം. അപ്പം ബെൽറ്റ് പീസ് നമുക്ക് മാറ്റാം. ഇനി ഫ്രണ്ടിൻ്റെ മെയിൻ ഭാഗങ്ങൾ കിടക്കുന്നു. ഫ്രണ്ടിൽ നമ്മൾ 3 ഇഞ്ചാണ് ഡാട്ടിൻ്റെ വിത്ത്. അപ്പോൾ 1.5 ഇതിൽ നിന്ന് മാർക്ക് ചെയ്യുന്നു. 1.5 ഇങ്ങോട്ട് കൊടുത്തു, 1.5 ഇങ്ങോട്ട് കൊടുത്തു. ഈ ഡാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരും. മനസ്സിലായല്ലോ? ഇനി
3/4 ഇഞ്ച് ഈ സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഡോട്ടിട്ട് ഈ ഡാട്ടിൻ്റെ ഇവിടം വരെ 3/4 ഇഞ്ച് ഇങ്ങോട്ട് കയറി പോകല്ല, മറന്നു പോകല്ല, കറക്റ്റ് ഇവിടം വരെ. ഇതിൽ നിന്നും 3/4 ഇഞ്ച്. ഇപ്പം ഞാൻ ടേപ്പിനെ മാർക്ക് ചെയ്താലും നിങ്ങൾ 3/4 ഇഞ്ച് സംശയമുണ്ട്, ടേപ്പ് പിടിച്ച് തന്നെ മാർക്ക് ചെയ്തോണം. ഞാൻ സ്ഥിരം വെട്ടുന്നതുകൊണ്ട് അതങ്ങനെ അങ്ങ് മാർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. 3/4 ഇഞ്ച് ഇവിടെ എടുത്ത് വെക്കണം. ഈ 3/4 ഇഞ്ച് എടുത്ത് കളഞ്ഞപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഫ്രണ്ട് പീസിൻ്റെ ഐഡിയ വന്ന് കാണും. എന്നിട്ട് നമ്മൾ സെൻറ്റർ മാർക്കിനും ഡാട്ടിൻ്റെ സൈഡ് മാർക്കിനും മാർക്ക് കൊടുക്കണം. മനസ്സിലായി? ഇനി ഒരു 1/4 ഇഞ്ച് ഈ ഭാഗത്ത് എടുത്ത് കളയണം. നെക്ക് നമുക്ക് പിടിച്ച് നിർത്തുന്നതാണ്. നെക്ക് ബി ആയി പോകാതിരിക്കാൻ നെക്കിന് ലൂസ് വരാൻ 1/4 ഇഞ്ച് ഇവിടെ ഇട്ട് കളയണം. ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടുത്തെ ഡാട്ട് മാർക്ക് ചെയ്യും. അതായത് ഏകദേശം ഈ ഡാട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു 3/4 ഇഞ്ച്, 1.25, 1.5 നമുക്ക് ഡാട്ടുമായിട്ട് ഡിഫറൻസ് വരുന്നത് വരച്ച് ഇവിടെയും നമ്മൾ സെൻറ്റർ ഡാട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ 1.25, 1.5 ഇഞ്ച് ഇവിടെ താക്കിട്ട് ഇതാണ് കൈക്കുഴി, ഫ്രണ്ട് കൈക്കുഴി കുഴിച്ചു വെട്ടുന്നു. ഞാൻ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടുന്നൊന്ന് കാണിച്ചു തരാം. ഡാട്ടിട്ട് കണ്ടോ, ഇവിടുന്ന് 1.25, 1.5 താത്തിട്ട് ഇങ്ങനെ കാത്തിയിട്ട് നമ്മുടെ ഈ 1.25 ഇഞ്ച് നമ്മൾ തള്ളി വെട്ടുന്നില്ലേ വണ്ണത്തിനുള്ള, അവിടെ പോയി അത് നിൽക്കണം. മനസ്സിലായല്ലോ? എന്നിട്ട് അത് വെട്ടുന്നത് നോക്കിക്കോളൂ. കറക്റ്റ്. ഇനി നമ്മൾ ഇവിടുന്ന് ഒരു 1.5, 1.25 മാർക്ക് വ്യത്യാസം വരുന്ന പോലെ മാർക്കിട്ടിട്ട് റിഗാൾ ഡാട്ട് ഇങ്ങനെ കൊടുക്കുന്നു, കൈക്കുഴിയുടെ ഡാട്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ഫ്രണ്ട് പീസും ഓക്കെ ആയി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബായ്ക്കും പടി പീസും ഫ്രണ്ട് പീസും വെച്ച് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മുടെ കട്ടിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ സൈഡ് വ്യത്യാസം വരുന്നുണ്ടോ നോക്കണം. അതെങ്ങനെയാണ് നോക്കുന്നത്? ഇങ്ങനെ പടിപ്പീസ് ഒപ്പത്തിന് വെച്ചിട്ട് ഈ ഡാട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കണം. ഈ ഡാട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ സൈഡ് നമ്മൾ വ്യത്യാസം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അത് നിർബന്ധമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് നോക്കണം. അപ്പം നമ്മൾ എത്ര തയ്യൽ തുമ്പ് പിടിച്ചാലും നമ്മൾ കറക്റ്റായ രീതിയിലാണ് തയ്ക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഈ സൈഡ് നമുക്ക് വ്യത്യാസം വരുത്തേയില്ല. കറക്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇതേ മെതേഡിൽ തന്നെ കിട്ടിയാൽ അത് കാര്യം നിങ്ങളിത് കൊണ്ട് കറക്റ്റ് തയ്യൽ തുമ്പ് രണ്ടിനും കൊടുത്തിട്ടുള്ളൂ, സൈഡ് ഓക്കെ ആവും. ഇനി നമുക്ക് വെട്ടേണ്ടത് കൈ വെട്ടണം. അപ്പോൾ കൈ നമുക്ക് കയ്യിലേക്ക് പോകാം. അപ്പോൾ കൈ നമ്മൾ കൈപ്പീസ് മടക്കിയിടുന്നത് ബോഡി വണ്ണത്തിൻ്റെ 4/1 1 ഇഞ്ച് കുറച്ച് നമ്മളിത് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 8, 8.25 വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ഇഞ്ച് കൈക്ക് തയ്യൽ തുമ്പ് ഇവിടെ ഒരു വര വരയ്ക്കണം. ഇങ്ങനെ വരച്ചു. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് തള്ളി. 9 ഇഞ്ചാണ് നമ്മുടെ കൈ നീളം. 9 ഇഞ്ച് ഇവിടെ തള്ളി മാർക്ക് ചെയ്തു. 1.25 ഇഞ്ച് ഹെമ്മിങ്ങിന് കൊടുത്തു. 12 ഇഞ്ച് കൈ ലൂസ്. 12 ഇഞ്ച് നമ്മൾ എഴുതി വിടണം. 12 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. 3.5 ഇഞ്ച് ഇവിടുന്ന് താത്ത് ഇവിടെ ഒരു വര വരച്ചിട്ട് നമ്മൾ 8.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. ഇങ്ങനെ ചെരിച്ച് തന്നെ 1.25 ഇഞ്ച് ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെയും 1.25 തള്ളണം. തള്ളിയിട്ട് ഈ ഷേപ്പ് സ്കെയിലിന് ഇങ്ങനെ ഇങ്ങനെ തന്നെ തള്ളിയിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇവിടെയും ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, മറന്നു പോകാതെ തന്നെ ബാക്ക് പീസ് എടുത്തിട്ട് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ ഒരു വര കൊടുക്കണം, തയ്യൽ തുമ്പ് അരയിഞ്ച്. എന്നിട്ട് ഇതിങ്ങനെ വെച്ച് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും
എത്രത്തോളം കറക്റ്റായിട്ടാണ് ഇതിരിക്കുന്നതെന്ന് കണ്ടോ. നമ്മൾ തയ്യൽ ബാക്ക് പീസിൻ്റെ ഇവിടെ തള്ളി, എന്നിട്ട് 8 ഇഞ്ച് ഇവിടെയും തള്ളി. ഇത് കറക്റ്റ് നോക്കണം, നമ്മുടെ കൈക്കുഴി കറക്റ്റാണോ നോക്കിയിട്ടേ ഉള്ളൂ നമ്മൾ കട്ട് ചെയ്യാവുള്ളൂ. ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നത് കണ്ടോ. ബാക്ക് പീസ് ഇങ്ങനെ വെച്ച് ഇവിടെ തയ്യൽ തുമ്പ് തള്ളിയിട്ട് കൈ ഇങ്ങനെ പിടിച്ചു. അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോഴും നമ്മൾ കറക്റ്റായിട്ട് വരും. ഇല്ലെങ്കിൽ നമ്മൾ വെട്ടി ഒരാൾക്ക് കൊടുത്താൽ അവിടെയും കറക്റ്റായിട്ട് അത് വരണം. ആ ബാക്ക് പീസ് മാറ്റി കൈ നമുക്ക് വെട്ടിയിടും. നമ്മൾ ഫ്രണ്ട് വെട്ടുന്നത് കൈക്കുഴി കുഴിച്ചു കൂട്ടുന്ന അറിയാമല്ലോ. 1.25 ഇഞ്ച് ഇവിടെ തള്ളണം, 2.5 ഇഞ്ച് ഇവിടെ തള്ളണം. ഇതിൻ്റെ നടുക്ക് രണ്ടും കൂടെ 4.25 വരുന്നുണ്ട്. അത് സെൻറ്ററിൽ ഇങ്ങനെ തള്ളി 3/4 ഇഞ്ച് ഈ ഭാഗത്ത് വന്നു. എന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെയാണ് ഫ്രണ്ട് വെട്ടുന്നത്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ തിരിച്ചിടുന്നു കേട്ടോ. എന്നിട്ട് കൈ ഇങ്ങനെ നൂർത്തിട്ടിട്ട് 1.25 ഇഞ്ച് ഈ മാർക്ക് ചെയ്യുന്ന, 2 ഇഞ്ച് ഈ മാർക്ക് ചെയ്യുന്ന, ഇതിൻ്റെ രണ്ടും നടുക്ക് 3/4 ഇഞ്ച് കുഴിയണം. ഇത്രയും ഒരു കണക്കായിട്ട് മനസ്സിലോർക്കണം. ഇത് റെഡിയായി. കൈക്ക് നമ്മളിവിടെ ഒരു മാർക്ക് കൊടുത്തോണം ഫ്രണ്ട് തിരിച്ചറിയാൻ. പിന്നെ കൈയുടെ ഇവിടെ ഇതും മാർക്ക് ചെയ്തോണം ഹെമ്മിങ് ചെയ്യുന്നു. അപ്പോൾ ഏകദേശം 38 ഇഞ്ച് വണ്ണമുള്ളതും 34 ഇഞ്ച് ഇടവണ്ണം ഉള്ളതുമായ ഒരു സാരി ബ്ലൗസിൻ്റെ സ്കെച്ച് നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ അളവ് എഴുതി തന്ന് ചോദിച്ച ഒരളവാണ്. അപ്പം ആ ഒരളവ് പ്രകാരം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. കൈയും എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ വെട്ടി പഠിക്കുക. സാരി ബ്ലൗസൊക്കെ തയ്ച്ച് പഠിക്കാൻ ഒത്തിരി ആഗ്രഹമുള്ളവരുണ്ട്. അവരുടെ എല്ലാം ഇത് കട്ടിങ് ക്ലിയർ ആകട്ടെ, തയ്ച്ച് പഠിക്കട്ടെ എന്ന എല്ലാവിധ ആശംസകളും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.